വിവാദ പ്രസംഗത്തിൽ മുൻ മന്ത്രി ജി സുധാകരനെതിരെ കേസെടുത്ത് പോലീസ്. ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തത്. പോലീസിന് നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെയാണ് കേസ്. പാർട്ടി സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തൽ വരുത്തിയിട്ടുണ്ടെന്നായിരുന്നു സുധാകരന്റെ വെളിപ്പെടുത്തൽ. ശരണ്യ സ്നേഹജൻ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും കൂടുതൽ വിവരങ്ങളുമായി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വളരെ വലിയ രീതിയിൽ വിവാദമായ ചർച്ചയായ വിഷയമായിരുന്നു ഇത്തരത്തിൽ NGO യൂണിയന്റെ ഒരു പരിപാടിയിൽ ജി സുധാകരൻ നടത്തിയ ഒരു പ്രസംഗം. 36 വർഷം മുമ്പ് ഇത്തരത്തിൽ തന്റെ പാർട്ടി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനായി തപാൽ വോട്ടുകൾ തുറന്നു നോക്കി തിരുത്തൽ നടത്തിയെന്ന വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് സുധാകരന്റെ ഭാഗത്ത് നിന്ന് വന്നത്. കേസെടുത്താലും തനിക്ക് കുഴപ്പമില്ല എന്നാണ് ആ പ്രസംഗം നടത്തിയ വേളയിൽ സുധാകരൻ പറഞ്ഞത്. പക്ഷേ ഇത് മാധ്യമങ്ങളിൽ അടക്കം വന്ന് വലിയ ചർച്ചയായ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസുമായി മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹം തൊട്ടു പിന്നാലെ തന്റെ വെളിപ്പെടുത്തലിൽ മലക്കം മറിയുന്നതും നമ്മൾ കണ്ടു. ഭാവനാത്മകമായാണ് താൻ അത് പറഞ്ഞത്. അത്തരത്തിൽ ഒരു തിരുത്തലും നടത്തിയിട്ടില്ല, തെരഞ്ഞെടുപ്പിൽ കൃത്രിമം താനോ തന്റെ പാർട്ടിയോ നടത്തിയിട്ടില്ല എന്ന തിരുത്തലുമായി ജി സുധാകരൻ വന്നിരുന്നു. പക്ഷേ ആ തിരുത്തലൊന്നും വിലപ്പോകില്ല, നിയമ നടപടിയുമായി തന്നെ മുന്നോട്ടു പോകും എന്നുള്ളതാണ് നിയമോപദേശം. ഈ വിഷയത്തിൽ കേസെടുക്കുന്നതിന് വേണ്ടി നിയമോപദേശം തേടിയിരുന്നു. നിയമോപദേശം അനുകൂലമായി വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, വിശദാംശങ്ങൾ. ജി സുധാകരനെതിരെ കഴിഞ്ഞ ദിവസം NGO യൂണിയൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദ പ്രസംഗത്തിലാണ് ഇപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. IPC 465, 468, 471 വകുപ്പ് പ്രകാരവും ഒപ്പം ജനപ്രതിനിധി നിയമം 135, 135A, 136, 128 വകുപ്പ് പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഫോർജറി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് FIRൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന വിവാദ പ്രസംഗത്തിലാണ് ജി സുധാകരൻ 1989 നടന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനായി പോസ്റ്റൽ വോട്ടുകൾ നൽകിയ ആളുകളുടെ വോട്ടുകൾ പരിശോധിച്ചുവെന്നും അതിനകത്ത് ചില തിരുത്തലുകൾ വേണ്ടിവന്നാൽ പാർട്ടി ഓഫീസുകൾ നടത്തപ്പെടുമെന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും പിന്നീട് അത് അദ്ദേഹം തിരുത്തുകയും ചെയ്തിരുന്നു. ആ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത് ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെങ്കിൽ നേരിട്ട് രേഖപ്പെടുത്തുക. പോസ്റ്റൽ വോട്ടുകളായി NGO യൂണിയൻ ഓഫീസുകളിൽ നിന്നും എത്തുന്ന വോട്ടുകൾ പലതും 15%-ഓളവും CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ വോട്ടുകളല്ല എന്നുള്ളത് അദ്ദേഹം വിവരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വോട്ട് ചെയ്യാനുള്ള ആളുകൾ അത് നേരിട്ട് നൽകണം എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു ആ പ്രസംഗത്തിന്റെ അവസാനം ഉണ്ടായിരുന്നെങ്കിൽ പോലും തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നീട് വിവാദമായി മാറുകയും അത് ജനപ്രതിനിധി നിയമപ്രകാരം ഉള്ള ഒരു നിയമപ്രശ്നങ്ങളിലേക്ക്, നിയമക്കുരുക്കുകളിലേക്ക് പോവുകയും ചെയ്തത്. ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഈ സംഭവത്തിനകത്ത് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരുന്നു. തുടർന്ന് ആലപ്പുഴ തഹസിൽദാരുടെ നേതൃത്വത്തിൽ അവിടെ എത്തി സുധാകരന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ DDP ആയ അതിനുശേഷം, അതായത് ഇന്നലെ തഹസിൽദാർ ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം DDP-യോട് നിയമോപദേശത്തിനായി സൗത്ത് പോലീസ് സമീപിച്ചിരുന്നു. അതിൽ തന്നെ നിയമോപദേശത്തിനായി അവർ തിരഞ്ഞെടുത്ത ഭാഗം 1989 ശേഷം ഉള്ള സംഭവമായതുകൊണ്ട് തന്നെ, 89 നടന്ന സംഭവമായതുകൊണ്ട് തന്നെ കാലപ്പഴക്കം ഈ കേസിനെ ബാധിക്കുമോ എന്നൊരു വിഷയത്തിൽ മാത്രമാണ് നിയമോപദേശം തേടിയത്. അത് അങ്ങനെ ആയിരിക്കില്ല, അങ്ങനെ ബാധിക്കില്ല എന്നുള്ള ഒരു നിയമോപദേശം DDP-യുടെ ഭാഗത്തു നിന്നുണ്ടായി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് മറ്റു വകുപ്പുകൾ കൂടി ഇതിനകത്തേക്ക് ചുമത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായി ഒരു കേസ് എടുക്കണമെന്നുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് തുടക്കം മുതൽ പോലീസ് ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകളും. ശരണ്യ, അത് അത്രത്തോളം ഗൗരവമായ ജനാധിപത്യ പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായതുകൊണ്ടാണ് ആ ഗൗരവത്തിൽ തന്നെ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ഇവിടെ 36 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇതിൽ തെളിവ് ശേഖരിക്കൽ അടക്കം എന്നുള്ളത് വളരെ ദുഷ്കരമല്ലേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്, ഈ കേസ് അന്വേഷിച്ച് തെളിയിക്കുക എന്നുള്ളത്? തീർച്ചയായിട്ടും ഈ കേസ് നമ്മൾക്ക് ജി സുധാകരന്റെ പ്രസംഗം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും.
ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ വിഷയം, അതായത് ഇത്തരത്തിൽ ഈ NGO യൂണിയനുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിലാണ് അദ്ദേഹം ഈ വിഷയം സംസാരിക്കുന്ന ഘട്ടത്തിൽ വളരെ കൃത്യമായി പറയുന്നു, NGO തെരഞ്ഞെടുപ്പ് വരികയാണ്, തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതായത് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഇടതുപക്ഷ സംഘടന എന്നുള്ള സർവീസ് സംഘടന എന്നുള്ള രീതിയിൽ ആണ് NGO യൂണിയനെങ്കിലും പല വോട്ടുകളും, അതായത് പാർട്ടി ഓഫീസുകളിലേക്ക് നൽകുന്ന NGO യൂണിയന്റേതായ വോട്ടുകൾ പലതും, അതിൽ 15% ആ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കാറില്ല. അതൊക്കെ പലപ്പോഴും പൊട്ടിച്ചു വരെ നോക്കാറുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നു. മാത്രമല്ല അത്തരത്തിൽ പാർട്ടി ഓഫീസുകൾ ഇത് പൊട്ടിച്ചു നോക്കി ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ട് പിന്നീട് അതിൽ നിന്ന് അദ്ദേഹം തിരുത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് നിങ്ങളോട് പറയുന്നത് മറ്റൊന്നാണ്, വോട്ട് അങ്ങനെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ, സ്ട്രെയിറ്റ് ആയിട്ട് വോട്ട് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ നേരിട്ട് വോട്ട് രേഖപ്പെടുത്തുക, അതായത് പോസ്റ്റൽ വോട്ടുകൾ നിങ്ങൾ നേരിട്ട് രേഖപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ആ പ്രസംഗത്തിൽ അദ്ദേഹം അത് ഒടുവിൽ തിരുത്തി വരുന്നുണ്ട് എന്നുള്ളതാണ്. ആ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നിയമപരമായി ഈ പ്രസംഗത്തെ വ്യാഖ്യാനിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നിയമോപദേശം നൽകുന്ന ആളുകൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് അത് നിയമപരമായി നിലനിൽക്കില്ല. അന്വേഷണത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ പോലീസിന് അത് നിയമപരമായി പ്രൂവ് ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ഇത്തരം കാര്യങ്ങൾ പൊട്ടിച്ചു നോക്കാറുണ്ട്, പാർട്ടി ഓഫീസിൽ, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നോക്കാറുണ്ട് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായും ഇനി അത്തരം പരിശോധനകളിലേക്ക് കടക്കേണ്ട അടുത്ത ഘട്ടം CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് അടക്കമുള്ള ഇടങ്ങളിലേക്കാണ്. അന്നുണ്ടായിരുന്ന നേതാക്കന്മാരെ അടക്കം ഈ കേസിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇനി നടക്കുമോ ഈ കേസിൽ, അതോ G. സുധാകരൻ മാത്രമാണോ ഈ പ്രതി ചേർക്കപ്പെടുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അതിനകത്തുള്ള രാഷ്ട്രീയവും ഇതിനകത്തുണ്ട്, ഈ കേസിലുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിലുള്ള ഒരു എവിഡൻസ് പ്രകാരം ഈ കേസുമായി പോലീസിന് മുന്നോട്ട് പോകുക എന്നുള്ള ദുഷ്കരമാണ്. അതേസമയം തന്നെ സുധാകരൻ പറഞ്ഞ വാക്കുകളെ ഒരു കൺഫഷനായി കണക്കിലെടുത്തുകൊണ്ട് വേണമെങ്കിൽ കേസ് എടുക്കാമെന്നുള്ള രീതിയിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ പോലും ആ വാക്കുകളെ കീറി മുറിച്ച് പരിശോധിക്കുമ്പോൾ നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഭരണാധികാരിയായ ജില്ലാ കളക്ടർ കൃത്യമായി ഇതിനകത്ത് കേസ് എടുക്കണമെന്ന് ഇന്നലെ തന്നെ നിയമോപദേശം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഡയറക്ഷൻ നൽകിയിരുന്നു എന്നുള്ളതാണ്. അതായത് അത്തരത്തിലുള്ള ചില ചർച്ചകളും ആലപ്പുഴയിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതായത് മുകളിൽ നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഈ വിഷയത്തിനകത്ത് മറ്റൊരു തലത്തിലേക്കുള്ള ചർച്ചകളിലേക്ക് വഴിവെക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും G. സുധാകരൻ ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇതിനകത്ത് കേൾക്കേണ്ടിയിരിക്കേണ്ടത്. കാരണം ഇന്നലെ ആ NGO യൂണിയന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽ അകപ്പെട്ടതിന് ശേഷം ഇന്നലെ വൈകിട്ട് അദ്ദേഹം പങ്കെടുത്ത പരിപാടികളിൽ താൻ ഭാവനാത്മകമായി പറഞ്ഞ ചില കാര്യങ്ങളെ മറ്റു രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വിശദീകരണവും തിരുത്തലും G. സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കേസിനകത്ത് ഇങ്ങനെ ഒരു രജിസ്റ്റർ ചെയ്ത കേസ് വെറുതെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത് റെഫർ ചെയ്യാനാണോ പോലീസ് ശ്രമിക്കുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എങ്ങനെ ഇതിനകത്തൊരു എവിഡൻസ് കൊണ്ടുവരാൻ പോലീസിന് കഴിയും എന്നുള്ളത് നേരത്തെ ഭാവി ചോദിച്ചതുപോലെ തന്നെ വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ്. അതെ, തീർച്ചയായും ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമപരമായി നീങ്ങുമ്പോൾ അന്വേഷണ സംഘം നേരിടേണ്ടി വരുന്നത് ഒരുപാട് വെല്ലുവിളികളാണ്. 1989 നടന്ന ഒരു സംഭവമാണ് G. സുധാകരൻ കഴിഞ്ഞ ദിവസം വേദിയിൽ കോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ സംഭവത്തിൽ അദ്ദേഹം തിരുത്തി പറഞ്ഞതുപോലെ ഭാവന മാത്രമാണോ അതോ ശരിക്കും നടന്നതാണോ എന്ന് നിയമപരമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കേണ്ട ബാധ്യത നിലനിൽക്കുന്നു. അത് വളരെ ദുഷ്കരമായി മാറും ഇനി ഈ അന്വേഷണ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ശരണ്യ, രാഷ്ട്രീയപരമായി ഇത് നോക്കുമ്പോൾ നമുക്കറിയാം ഈ പരാമർശം തന്നെ CPM-നെ വല്ലാതെ വെട്ടിലാക്കിയിരുന്നു. കോൺഗ്രസിനടക്കം ഇട്ടുകൊടുത്തൊരു വടിയായിരുന്നു. ആ വടിയെടുത്ത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ തിരിച്ചടിക്കാനും തുടങ്ങുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് നിയമപരമായി കൂടി നീങ്ങുമ്പോൾ അത് പാർട്ടിയെ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ട് എത്തിക്കുന്നില്ലേ? ഭവ്യ, ഇതിൽ CPM-നെ കഴിഞ്ഞ കാലങ്ങളിലായി G. സുധാകരന്റെ വാക്കുകൾ പ്രഹരമേൽപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യം തന്നെയാണ്. പല തുറന്നു പറച്ചിലുകളും പല ഘട്ടത്തിലും അത്തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ഒരു താല്പര്യമില്ലായ്മ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത്തരം ഒരു ഇടപെടൽ മുകൾ തട്ടിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പ്രാഥമികമായി എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്? അതായത് G. സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം തന്നെ തിരുത്തി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആണ് അന്വേഷണം എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ജില്ലാ കളക്ടർ നൽകിയ
ഒരു ഇതിൽ പോലും, അതായത് കത്തിൽ പോലും വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. അതായത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അന്വേഷണം, അതും ഇന്നലെ അത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തി പുറത്തിറങ്ങി തഹസിൽദാർ ഉൾപ്പെടെ വ്യക്തമാക്കിയതും അങ്ങനെ ഒരു കാര്യം തന്നെയാണ്. അതായത് മാധ്യമങ്ങൾ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾ ഒരു അന്വേഷണത്തിനായി എത്തിയിരിക്കുന്നു എന്നുള്ളൊരു വിശദീകരണമാണ് നൽകിയത്. അതിനപ്പുറത്തേക്ക് ഒരു ക്ലിയർ എവിഡൻസിലേക്ക് പോകാൻ കഴിയാതെ എങ്ങനെയാണ് പ്രാഥമികമായി ഇത്തരം ഒരു കേസിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ആലപ്പുഴയിലും കേരളത്തിലും അത് ചർച്ചയാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിനകത്ത് നമുക്കറിയാം പല കേസുകളും നമ്മൾ പരിശോധിച്ചാൽ വളരെ പ്രഥമ ദൃഷ്ട്യാ തന്നെ പല എവിഡൻസുമുള്ള കേസുകളിൽ എടുക്കുന്ന നയവും ജി സുധാകരന്റെ വിഷയത്തിൽ മറ്റെന്തെങ്കിലും പ്രത്യേകമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി വരും ദിവസങ്ങൾ ചർച്ചയാവും. ഒരുപക്ഷെ ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് തന്നെ അത്തരം ഒരു തുറന്ന പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ അത്തരം ഒരു കൈകാര്യം ചെയ്യലിലേക്ക് ഒരു ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം NGO യൂണിയനെ സംബന്ധിച്ച് NGO യൂണിയന്റെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യം പറയുന്നത്. ഇടത് സർവീസ് സംഘടനയാണ്. അത്തരത്തിൽ ഒരു ആ രീതിയിലൊരു അവമതിപ്പ്, അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ടായ അവമതിപ്പ് നിലവിലത്തെ നിയമ നടപടികളിലേക്ക് ബാധിക്കുന്ന രീതിയിൽ ഒരു ഇടപെടൽ എവിടെ നിന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ ഈ കേസിനകത്ത് ഈ വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ജി സുധാകരൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് അല്ലെങ്കിൽ 1989 നടന്ന തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടന്ന സംഭവങ്ങളിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ന് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് KV ദാസ്, അദ്ദേഹം 90 വയസ്സാണ്. 1989 ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച KV ദാസ് അത്തരം ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരികയും തന്നെ അത്ഭുതപ്പെടുത്തി ജി സുധാകരൻ അത്തരമൊരു കാര്യം പറഞ്ഞപ്പോൾ എന്ന് അദ്ദേഹം പറയുകയും ഒപ്പം ആ കാലഘട്ടത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച നേതാക്കന്മാരിൽ ഒരാളാണ് സുധാകരൻ എന്ന് അദ്ദേഹം കോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതാണ് കഴിഞ്ഞ ദിവസം ജി സുധാകരൻ സംസാരിച്ച പ്രസംഗത്തിലും അദ്ദേഹം വ്യക്തമാക്കിയത് അങ്ങനെ തന്നെയാണ്. അതായത് 70,000-വും 50,000-വും വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ അന്ന് NGO യൂണിയൻ പ്രതിനിധിയായി മത്സരിക്കാൻ എത്തിയ KV ദാസിനെ തെരഞ്ഞെടുപ്പിൽ അന്ന് ആലപ്പുഴയിലെ പാർലമെന്റ് മണ്ഡലത്തിൽ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് പോലും അത്രയും ഒരു ഹാർഡ് വർക്ക് ചെയ്ത് 18,000 വോട്ടിന് മാത്രമാണ്, ഒരു ചെറിയ മാർജിനിലാണ് ആലപ്പുഴ പോലത്തെ ഒരു മണ്ഡലത്തിൽ വക്കം പുരുഷോത്തമനോട് അദ്ദേഹം പരാജയപ്പെടുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ NGO യൂണിയന്റേതായി നൽകാൻ നിങ്ങൾക്ക് മറ്റൊരു വിഭാഗത്തിന് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പാർട്ടി ഓഫീസുകളിൽ എത്തിക്കാതെ നേരിട്ട് നിങ്ങൾ വോട്ട് ചെയ്യൂ എന്നാണ് ആ പ്രസംഗത്തിന്റെ അവസാനം ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. അതായത് അതിലൊരു സുതാര്യത, വോട്ടിങ്ങിൽ ഒരു സുതാര്യത വരട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് താൻ പൊട്ടിച്ചു നോക്കിയെന്നോ താൻ തിരുത്തിയെന്നോ ജി സുധാകരൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തനിക്ക് ചില കാര്യങ്ങൾ ബോധ്യമുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൽ ജി സുധാകരൻ മാത്രമാണോ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്? ഒപ്പം അന്ന് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച അല്ലെങ്കിൽ ആ പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കം അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്തേക്ക് വരുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒക്കെ ഇനിയുള്ള മണിക്കൂറുകൾ ചർച്ചയാകും. ഭവ്യ, തീർച്ചയായും വിവാദ പ്രസംഗത്തിൽ മുൻമന്ത്രി ജി സുധാകരനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തത്. പോലീസിന് നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെയാണ് കേസ്.